എൻ്റെ പേര് സോണി എന്നാണ്. ഞാൻ ഇരിട്ടിയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ കൈക്കും ഷോൾഡറിനും വേദനയായിരുന്നു. 2 MRI എടുത്തു. MRI എടുത്തിട്ടും എനിക്ക് കാണിച്ചപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും അത്ര സക്സസ് ആവുമെന്ന് അവർ പറഞ്ഞില്ല. എന്നിട്ടും വേദനയുടെ ഗുളികകൾ കഴിച്ചുകൊണ്ട് മാത്രം ഞാനിങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അച്ഛനെ MRIയുടെ റിസൾട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോടൊന്ന് അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒരു 70% സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇപ്പോൾ കൈ പൊക്കാം, ഒരു കുഴപ്പമില്ല. പെടലിക്ക് ചെറിയൊരു വേദനകൾ മാത്രമേ ഉള്ളൂ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഏകദേശം രണ്ടാഴ്ചയായി 1.5 മാസത്തോളം ഒരു മാസത്തിലധികമായിട്ടുള്ള വേദനയുമായിട്ടുള്ള അലച്ചില. അപ്പോൾ എവിടെയൊക്കെ പോയി ട്രീറ്റ്മെന്റിന്? കണ്ണൂർ ബേബി മെമ്മോറിയലിൽ കാണിച്ചു, കിംസ് ഹോസ്പിറ്റലിൽ കാണിച്ചു, ഇരട്ടി അമല ഹോസ്പിറ്റലിലും കാണിച്ചു. 3 കാണിച്ചിട്ട് ഇപ്പം ഞാൻ വേദന കുറയാഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാൻ അച്ഛന് റിസൾട്ട് അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് അച്ഛനോട് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. മനുഷ്യന് സാധ്യമായത് കർത്താവിന് സാധ്യമാണ്. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, കർത്താവിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ബില്ല് പോലും ഒരു ബില്ലെടുത്ത്, അങ്ങനെയല്ലേ പറഞ്ഞത്? മൈക്കെടുത്ത് ഒരു ബില്ല് പോലും എനിക്കടുത്ത് ഇങ്ങനെ നീട്ടാൻ പറ്റിയാലായിരുന്നു. ഒരു പൈസ ഒരാൾ കൈ പിടിക്കണം. ഒരു പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കൊടുക്കാൻ പോലും ഇങ്ങനെ കൈ നീട്ടാൻ പറ്റിയാലായിരുന്നു. അതുപോലെ ബുദ്ധിമുട്ടും വേദനയായിരുന്നു എനിക്ക്. കരമടിച്ചപ്പോൾ ബില്ലൊക്കെ സ്ഥാപനം നടത്തുന്ന ആളാണ്. ബില്ലൊക്കെ ഇടത്തെ കൈ കൊണ്ടാണ് പൈസ പോലും കൊടുക്കുന്നതിന് വേണ്ടി ഇടത്തെ കൈയാണ് നീട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൈ ഉയർത്തുന്നതിനും കൈ കുടയുന്നതിനും എന്ത് ഭാരം എടുക്കുന്നതിനും പറ്റുന്ന വിധത്തിൽ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. പെടലിയുടെ വേദന മാറിയിരിക്കുന്നു. MRI സ്കാൻ 2 പ്രാവശ്യം ചെയ്തു. ഓപ്പറേഷൻ ചെയ്താലും സൗഖ്യപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ 6 മാസം നിങ്ങൾ റെസ്റ്റ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രോഗാവസ്ഥയെ കർത്താവ് തന്റെ വചനമയച്ച് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ